ഇപ്പോൾ സമുദായ പ്രാതിനിധ്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ക്രിസ്തുമത വിശ്വാസികളുടെ വോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 24% വരും. മുസ്ലിങ്ങളുടേത് ഒരു 17%. താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാകും ഫലം നിർണ്ണയിക്കുക. ശക്തമായ മത്സരം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ഈ വോട്ടുകൾ ചായാനുള്ളൊരു സാധ്യത അത് കൂടുതലല്ലേ? വാസ്തവത്തിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത് എനിക്ക് സംശയമാണ്. കാരണം തൃശ്ശൂർ എപ്പോഴും ഈ പറഞ്ഞ പോലെ തൃശ്ശൂരിലെ സഭകൾ ഒക്കെ വളരെ ശക്തമാണ്, വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ളതാണ് സഭാ നേതൃത്വം. അവിടെ പലപ്പോഴും ഈ സിറോ മലബാർ സഭയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളിലൊന്നാണ്. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ഏറ്റവും കൊച്ചി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു രൂപതയാണ് അവിടെയുള്ളത്. ഒരുപാട് സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട ബാങ്കുകളുമായിട്ടുള്ളൊക്കെ ഡയറക്റ്റ് ബന്ധം, ഇതെല്ലാം ഉള്ളതുകൊണ്ട് വളരെ ശക്തമാണ് അത്. പക്ഷെ അതേ സമയത്ത് അവർ രാഷ്ട്രീയ കാര്യങ്ങളിലും ഒരു തൃശ്ശൂരിലെ പറഞ്ഞ പോലെ ഈ കത്തോലിക്ക രൂപതകൾ പ്രത്യേകിച്ചും വളരെ പലപ്പോഴും വളരെ മോഡേൺ ആയിട്ടുള്ള പല നീക്കങ്ങൾക്കും അവർക്ക് മടിയില്ലാത്ത സഭയാണ്. പക്ഷെ ആദ്യം ഇവിടെ ഒരു ടെലിവിഷൻ രംഗത്ത് ഇറങ്ങാൻ തീരുമാനിച്ച ഒരു സഭയാണ് അത്. അതിൽ അവിടുത്തെ പിതാവിൻ്റെയൊക്കെ വലിയ തോതിലുള്ള, അതേസമയത്ത് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും മറ്റും പ്രധാനമായിട്ടുള്ള ഷെയർ മത്സരത്തിലും കാത്തലിക് സിറിയൻ ബാങ്കിന്റെ കാര്യത്തിൽ ഇതിലൊക്കെ ഷെയർ ഓഹരി മത്സരങ്ങളിലൊക്കെ സജീവമായി പങ്കാളിയാവുക, ഇതൊക്കെ നടത്തിയിട്ട് ഒരു സാധാരണ പരമ്പരാഗതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കോർപ്പറേറ്റ് ആയിട്ടുള്ള, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കോർപ്പറേറ്റ് ബിസിനസ് രംഗത്ത്, അതായത് ഓർഗാനിക് കൃഷി, അതിൻ്റെ വ്യവസായം, ഇങ്ങനെ വളരെ ഒരു കോർപ്പറേറ്റ് സ്വഭാവം കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവര് ഈ പരമ്പരാഗതമായിട്ടുള്ള വൈകാരിക ഘടനകൾക്കപ്പുറത്ത് വളരെ പ്രായോഗികമായിട്ടുള്ള, വളരെ പ്രഗ്മാറ്റിക് ആയിട്ടുള്ള ചില രീതികളൊക്കെ അവലംബിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ആർക്കും ഈ സഭയുടെ വോട്ട് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും എന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയും. പക്ഷെ ആർക്കും ലഭിക്കാനും സാധ്യതയുണ്ട്. അവിടെ ഇപ്പൊ BJP ആയതുകൊണ്ട് ഞങ്ങൾ ഹിന്ദു മത മൗലികവാദികളായിട്ട് അവർക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ള വിചാരവും, അല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ട് അവർക്ക് വോട്ട് ചെയ്യേണ്ട എന്ന വിചാരം, അവർക്ക് അവരുടെ വളരെ കൃത്യമായിട്ടുള്ള വളരെ പ്രായോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സവിശേഷതകളുള്ള ഒരു ക്രിസ്തീയ സഭയും സമുദായവുമാണ് തൃശ്ശൂരുള്ളത്. വളരെ ബിസിനസ് രംഗത്തൊക്കെ ഏറ്റവും ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ വ്യത്യാസമൊക്കെ അവിടെ പലപ്പോഴാണ്. അതുകൊണ്ടാണ് ആർക്കും ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള അവസ്ഥ സഭ അവിടെ ഒരിക്കലും വഴങ്ങാത്തി. അതുകൊണ്ട് ഇത്തവണ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് 96-ലും മറ്റും കരുണാകരനെ പോലെ തോൽപ്പിക്കണമെങ്കിൽ അങ്ങനത്തെ ഘടകങ്ങൾക്കൊക്കെ വളരെ പ്രധാനമായ സ്വാധീനമുണ്ട്. അത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അവിടുത്തെ ക്രിസ്തീയ നേതൃത്വം. ഈ ക്രിസ്തീയ വിഭാഗങ്ങളിലേക്ക് കടന്നു കയറാൻ, അവരിൽ സ്വാധീനം ഉറപ്പിക്കാനായിട്ട് BJP വലിയ ശ്രമം നടത്തിയിരുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുള്ളത് സുരേഷ് ഗോപി നേരിട്ട് ഇതിന് മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ലൂർദ് മാതാവിന് സമർപ്പിച്ച കിരീടം അത് സ്വർണ്ണമാണോ മുക്കാണോ എന്നുള്ള തർക്കം അവിടെ മാറ്റിവെക്കാം. പക്ഷേ ആ കിരീട സമർപ്പണം ഒരു ബന്ധമുണ്ടാക്കാനുള്ളൊരു ശ്രമമാവുന്നു. തൃശ്ശൂരിലെ ക്രൈസ്തവ വോട്ടുകളിലേക്ക് അതിൽ കുറച്ചെങ്കിലും സ്വന്തമാക്കാനുള്ള ഒരു സുരേഷ് ഗോപിയുടെ ശ്രമം, അത്തരം ശ്രമങ്ങൾ സുരേഷ് ഗോപിയെ, ഞാൻ BJP അല്ല പറയുന്നത്, സുരേഷ് ഗോപിയെ സഹായിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സുരേഷ് ഗോപി കൃത്യമായ നീക്കങ്ങളാണ് നടത്തുന്നതെങ്കിൽ അവിടുത്തെ സഭാ നേതൃത്വങ്ങളുമായി ഒരു ധാരണ, പരസ്പരം കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വളരെ കൃത്യമായ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ചില ഉടമ്പടികൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സഭയിലെ ഒരു വിഭാഗത്തിനെങ്കിലും, തീർച്ചയായിട്ടും സമുദായം മുഴുവനല്ല, സഭയിലെ ഒരു വിഭാഗമെങ്കിലും അതിന് അനുകൂലമായിട്ട് ചിന്തിച്ചു കൂടായികയൊന്നുമില്ല. പക്ഷെ അതൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ഒരു സ്വർണമാണോ ചെമ്പാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കിരീടം കൊണ്ടും മറ്റും തൃശ്ശൂര് രൂപതകളെയോ സഭയെയോ മറ്റോ പറ്റിച്ചു കളയാമെന്നൊന്നും വിചാരിച്ചാൽ അത് നടക്കില്ലെന്ന് മാത്രം.